اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. فيا إخواني والأخوات في الله أوصيكم إياي أولا بتقوى الله. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാനേറെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങളായിട്ടുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യണമെന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യമാക്കപ്പെട്ട പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നാം അനുഷ്ഠിക്കുന്ന ഓരോ കർമ്മങ്ങളും സ്വീകരിക്കുകയും മരണാനന്തര ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ പ്രവിശാലമായ സ്വർഗം നൽകി നാം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, റമദാനിൻ്റെ പുണ്യ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. റമദാൻ മാസത്തിൻ്റെ ചന്ദ്രപ്പിറവി ദർശിക്കുന്നതിന് വേണ്ടി പ്രതീക്ഷിച്ചിരുന്ന സമയമാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഓർമ്മ വരുന്നത്. എന്നാൽ ഇന്ന് നോമ്പ് 4 വളരെ പെട്ടെന്നാണ് അടിമകൾക്ക് അവരുടെ നന്മകൾ വർദ്ധിപ്പിച്ചു കിട്ടാനും മുൻകഴിഞ്ഞ പാപങ്ങൾ പുറത്തു കൊടുക്കുവാനും അള്ളാഹു സമ്മാനമായി നൽകിയ ഈ മാസം, അതിൻ്റെ ഓരോ സമയവും പെട്ടെന്ന് നമ്മളിലൂടെ കടന്നു പോവുകയാണ്. ആ ഒരു ഗൗരവം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖുർആനുമായി അടുത്ത ബന്ധം പുലർത്തേണ്ട ദിവസങ്ങൾ കൂടിയാണ് ഈ റമദാനിൻ്റെ ദിവസങ്ങൾ. ഖുർആനും നമ്മളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എന്ന് ജീവിതത്തിൽ എല്ലാ സമയത്തും നമ്മൾ പരിശോധന നടത്തേണ്ടതുണ്ട്. കാരണം ഖുർആനിലൂടെ മാത്രമേ നമുക്ക് ജീവിത വിജയം, പരലോക മോക്ഷം ലഭിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആനിൽ നിന്ന് അകന്നു നിന്നുകൊണ്ടുള്ള ഒരു ജീവിതം നമ്മുടെ ലക്ഷ്യത്തിലെത്തിക്കുകയില്ല എന്ന യാഥാർത്ഥ്യം ഏത് സമയത്തും നമുക്ക് ഓർമ്മ വേണം. അതുകൊണ്ട് പണ്ഡിതന്മാർ ചില കാര്യങ്ങൾ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം അളക്കുവാൻ വേണ്ടി ചില സൂചകങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ സൂചകങ്ങൾ വെച്ചിട്ട് ഈ 2024 റമദാനിലെ ഈ 4 ദിവസങ്ങളുടെ ഈ സമയം വരെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. ഏറ്റവും നല്ലൊരു സമയമാണ് അങ്ങനെ പരിശോധന നടത്താൻ. കാരണം റമദാൻ മാസവുമാണ്. സൂര്യൻ ഉദിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ ദിനം യൗമുൽ ജുമാ, അത് വെള്ളിയാഴ്ച ദിവസമാണ്. രണ്ടും കൂടെ ഒത്തുവന്നിരിക്കുകയാണ്. ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയുണ്ട്, എങ്ങനെയാണ് എന്ന് നമുക്ക് സ്വയം വിലയിരുത്താൻ ഒന്നാമത്തെ സൂചകം, റമദാൻ തുടങ്ങിയത് മുതൽ ഇതുവരെ എത്ര പേജ് ഓതി എന്ന് നോക്കിയാൽ മതി. എത്ര പേജ് നമ്മൾ ഓതിയിട്ടുണ്ടെന്ന് നോക്കിയാൽ മതി. അതാണ് റമദാനും നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ സ്കോർ. അതൊരു പക്ഷെ പകുതി ഓതി തീർത്തവരുണ്ടാകും, മുഴുവനായി ഓതി തീർത്തവരുണ്ടാവും, 2-3 പ്രാവശ്യം തീർത്തവരും ഉണ്ടാവും. അങ്ങനെയുള്ളവരൊക്കെ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്, മുമ്പ് ജീവിച്ചിരുന്നിട്ടുമുണ്ട്. അപ്പോൾ ഇതുവരെ എത്ര പേജ് ഓതി എന്ന് നോക്കുമ്പോൾ ആ ബന്ധം നമുക്കറിയാൻ പറ്റും. 2, ഇപ്പോഴുള്ള പാരായണം തുടർന്നാൽ ഈ റമദാനിൽ എത്ര വട്ടം ഖുർആൻ ഓതി തീർക്കാനാകും, ഇപ്പം തന്നെ അറിയാൻ പറ്റും. ഇതേപോലെ പോയാൽ എത്ര പ്രാവശ്യം നമുക്ക് ഓതി തീർക്കാൻ പറ്റും. ഒരു പ്രാവശ്യം പോലും ഓതി തീർക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഖുർആനിൻ്റെ ആളാണ്,
വിശുദ്ധ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മാനവരെ ക്ഷണിക്കുന്ന ഒരു ടീമാണ് എന്ന്, ആ ടീമിലെ ഒരു അംഗമാണ് എന്ന് വളരെ അഭിമാനത്തോടു കൂടി നമ്മൾ പറയാറുണ്ട്. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മളും ഖുർആനും തമ്മിൽ എത്ര ബന്ധമുണ്ട് എന്നത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ എത്ര സൂറത്തുകളുടെ അർത്ഥം പഠിക്കാൻ ഈ 4 ദിവസം കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്? ചെറിയ ഒരു സൂറത്തിൻ്റെ അർത്ഥമെങ്കിലും പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്? ഓരോരുത്തരും പരിശോധിച്ച് നോക്കേണ്ടതാണ്. എത്ര സൂറത്തുകളുടെ തഫ്സീറുകൾ വായിച്ചു? അതും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ചെറിയ ഒരു സൂറത്തിൻ്റെ തഫ്സീറെങ്കിലും വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എത്ര സൂറത്തുകൾ മനഃപ്പാഠമാക്കി? വിശുദ്ധ റമദാനിൽ വിശുദ്ധ ഖുർആന്റെ പാരായണത്തോടൊപ്പം തന്നെ അതിൻ്റെ മനഃപ്പാഠവും നമ്മൾ ശ്രദ്ധിക്കണം. ചെറിയ ഒരു സൂറത്ത്, ഒരു മീഡിയം ലെവലിലുള്ള സൂറത്തിൻ്റെ 5 ആയത്തെങ്കിലും മനഃപ്പാഠമാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? എന്ത് പ്രതീക്ഷയിലാണ് പ്രിയമുള്ളവരെ നമ്മൾ മുന്നോട്ട് പോകുന്നത്? അതുകൊണ്ട് ഇത്തരം ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ ഈ പോയിന്റുകളെല്ലാം, ഈ സൂചകങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഓരോരുത്തർക്കും ഖുർആനും അവരും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ എത്ര സമയമാണ് മൊബൈലിലൂടെ, ഇൻ്റർനെറ്റിലൂടെ ആനുകാലികമായ വിഷയങ്ങളും പഴയ കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ സമയം ചെലവഴിച്ചത്? വാട്സപ്പ് മെസ്സേജ് വായിക്കാൻ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമ്മളൊരു തീരുമാനമെടുക്കണം. ഇനിയുള്ള സമയങ്ങൾ ഇൻഷാ അല്ലാഹ് കൂടുതലായി വിശുദ്ധ ഖുർആന്റെ പാരായണത്തിന് വേണ്ടി ഒളിഞ്ഞിരിക്കും, മാറിയിരിക്കും എന്ന് മനസ്സുകൊണ്ട് നമ്മൾ സ്വയം ഉറപ്പിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിശുദ്ധ ഖുർആനുമായി അടുക്കാനുള്ളൊരു മാസമായി ഈ മാസത്തെ നമ്മൾ കാണണം. എന്താ ഖുർആൻ? ഖുർആൻ എന്താ? ഖുർആന്റെ അവതരണ കാലഘട്ടം മുതൽ ഇതുവരെ എടുത്താൽ സമൂഹത്തിൽ ഈ ഖുർആൻ വരുത്തിയിട്ടുള്ള പരിവർത്തനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും അധർമ്മ പ്രവർത്തനങ്ങളിലും ജീവിച്ചു കൊണ്ടിരുന്ന മനുഷ്യർക്ക് സന്മാർഗം ലഭിച്ച ഇരുളടഞ്ഞ ജീവിതത്തിലൂടെ മരവിച്ച മനസ്സുമായി മുന്നോട്ട് പോയ മനുഷ്യർക്ക് പ്രകാശം ചൊരിയുന്ന ജീവിതവും നന്മയുടെ വഴിയെ സഞ്ചരിക്കാനും പ്രചോദനമായ അത്യത്ഭുതകരമായ ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. നോക്കൂ, വിശുദ്ധ ഖുർആൻ സൂറത്ത് ശൂറയിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, വകദാലിക ഔഹൈനാ ഇലൈക റൂഹം മിൻ അംരിനാ മാ കുൻത തദ്രി മൽ കിതാബു വൽ ഈമാൻ വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, വകദാലിക ഔഹൈനാ ഇലൈക റൂഹൻ മിൻ അംരിനാ. നബിയെ, അപ്രകാരം നമ്മുടെ കൽപ്പനയനുസരിച്ച് താങ്കളിലേക്ക് റൂഹിനെ, ആത്മാവിനെ നാം ദിവ്യമോദനം നൽകി. റൂഹ് എന്നാണ് അവിടെ ഖുർആനിനെ വിശേഷിപ്പിച്ചത്. എന്താ റൂഹ്? ശരീരത്തിന്, മനുഷ്യ ശരീരത്തിന് ജീവൻ നൽകുന്ന റൂഹാണ്. റൂഹ് നഷ്ടപ്പെട്ടു പോകുമ്പോഴോ ഡെഡ് ബോഡിയായി തീരും, അനക്കമില്ലാത്ത ശരീരമായി തീരും. അപ്പൊ നിർജീവമായ ശരീരത്തെ ജീവസുറ്റതാക്കി തീർക്കുന്നത് റൂഹാണ് എങ്കിൽ ഇവിടെ ഖുർആനിനെ റൂഹ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചത്. എന്നിട്ട് പറയുന്നു, മാ കുൻത തദ്രി മൽ കിതാബു വൽ ഈമാൻ. ഓ നബിയെ, താങ്കൾക്ക് മുമ്പ് ഖുർആൻ ഇറക്കി തരുന്നതിന് മുമ്പായി താങ്കൾക്ക് അറിയില്ലായിരുന്നു എന്താണ് ഗ്രന്ഥമെന്നും എന്താണ് വിശ്വാസമെന്നും താങ്കൾക്ക് അറിയില്ലായിരുന്നു. നുബുവത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്താണ് ഖുർആൻ എന്നോ എന്താണ് ശരിയായ വിശ്വാസമെന്നോ അറിയില്ലായിരുന്നു. വലാകിൻ ജഅൽനാഹു നൂറൻ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശത്തെ ഇറക്കി, പ്രകാശമാകുന്ന ഖുർആനെ ഇറക്കി. നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ. ആ ഖുർആൻ കൊണ്ട് അന്ധകാരത്തിൽ കഴിഞ്ഞുകൂടുന്ന എൻ്റെ അടിമകൾക്ക് അത് സന്മാർഗമാക്കി നാം അതിനെ മാറ്റിയെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇപ്പം മനുഷ്യർക്ക് ശരിയായ വിശ്വാസം എന്താണെന്ന് പഠിപ്പിക്കാനും
ഇരുളടഞ്ഞ ജീവിതത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, സന്മാർഗത്തിലേക്ക് മനുഷ്യനെ കൈപിടിച്ചുയർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇറക്കിക്കൊടുത്ത ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനുമായി ഏറ്റവും നല്ല ബന്ധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ ബന്ധപ്പെടാനുള്ളൊരു മാസമാണ് ഈ മാസത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ഖുർആനുമായിട്ടുള്ള നല്ല ബന്ധം തുടർന്നുള്ള 11 മാസത്തിലും നിലനിർത്തി പോകണം. അതാണ് നമ്മളുടെ മേൽ ബാധ്യതയായ കാര്യം. പ്രിയമുള്ള സഹോദരന്മാരെ, ഖുർആൻ ഹൃദയവസന്തമാണ്. ഹൃദയവസന്തമാണ്. നമ്മുടെ ഹൃദയങ്ങൾക്ക് ജീവൻ ഉണ്ടാകുന്നത്, നമ്മുടെ ഹൃദയത്തിൻ്റെ വസന്തം എന്ന് പറയുന്നത് ഖുർആനാണ്. ദുഃഖവും ദുരിതവും മാറാനായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്, സുദീർഘമായൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയിലെ ഒരു ഭാഗം ഇതാണ്: അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി. സുദീർഘമായ ആ പ്രാർത്ഥനയുടെ ഒരു ഭാഗം ഇതാണ്: അല്ലാഹുവേ, അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി, റബ്ബേ ഖുർആനിനെ എൻ്റെ ഹൃദയത്തിന് വസന്തമാക്കി തരണമേ, എൻ്റെ ഹൃദയത്തിന് നീ വസന്തമാക്കി തരണമേ എന്ന് അടിമ അള്ളാഹുവിനോട് ഈ പ്രാർത്ഥന നടത്തേണ്ടതുണ്ട്. അതേപോലെ വനൂറ സ്വദിരി, ഇരുളടിഞ്ഞ എൻ്റെ ഹൃദയത്തിന് ഈ ഖുർആനിലൂടെ പ്രകാശം നൽകണേ. വജലാഅ ഹുസ്നി, എൻ്റെ ദുഃഖത്തിന് പരിഹാരവും, വദഹാബ ഹമ്മി, എൻ്റെ വിഷാദം നീക്കുന്നതുമാക്കി തീർക്കണമേ. അതാണ് ഖുർആൻ. മനസ്സിൻ്റെ വിഷമം മാറാൻ, പ്രയാസം മാറാൻ, ഹൃദയത്തിന് വസന്തമുണ്ടാകാൻ വിശുദ്ധ ഖുർആനാണ് പരിഹാരമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസി അവൻ്റെ മനസ്സിന് ദുഃഖമുണ്ടാകുമ്പോൾ, അവൻ്റെ മനസ്സിന് പ്രയാസമുണ്ടാകുമ്പോൾ, മനസ്സിനൊരു കുടിസത അനുഭവപ്പെടുമ്പോൾ അവൻ മടങ്ങേണ്ടത് പ്രാർത്ഥനയോടുകൂടി വിശുദ്ധ ഖുർആനിലേക്കാണ്. ആ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും ആ ഖുർആനിൻ്റെ അർത്ഥം പഠിക്കുമ്പോഴും അതിലൂടെ അവൻ്റെ മനസ്സിന് സമാധാനമുണ്ടാകും, അവൻ്റെ ഹൃദയത്തിന് ശാന്തി ഉണ്ടാകും, അവൻ്റെ ഹൃദയം വസന്തമുള്ളതായി തീരുമെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല ഖുർആൻ രോഗശമനം കൂടിയാണ്. ഖുർആൻ രോഗശമനമാണ്. ഞാൻ ആമുഖമായി ഓതി വെച്ചത് സൂറത്ത് യൂനിസിൻ്റെ 57-ാമത്തെ ആയത്താണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു: യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഖദ് ജാഅതുകും മൗഇദതും മിർ റബ്ബികും, ഇതാ നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നൊരു സതുപദേശം വന്നെത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന് ഖുർആനാകുന്ന ഒരു സതുപദേശം വന്നെത്തിയിരിക്കുകയാണ്. ആ ഖുർആൻ ഉണ്ടല്ലോ, വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, ഹൃദയങ്ങളിലുള്ള രോഗങ്ങൾക്കതൊരു ശമനമാണ്, ശിഫയാണ്. ഹൃദയത്തിലുള്ള രോഗങ്ങൾക്കത് ശമനമാണ്. എന്താ ഹൃദയത്തിലുണ്ടാകുന്ന രോഗങ്ങൾ? അസൂയ, പക, വിദ്വേഷം, വെറുപ്പ്, ഇങ്ങനെ ഒരുപാട് ഹൃദയത്തിന് രോഗങ്ങളുണ്ട്. അതൊന്നും നമുക്ക് MBBS ഡോക്ടർമാരെയോ ആയുർവേദ ഹോമിയോ ഡോക്ടർമാരെ കണ്ടൊന്നും ചികിത്സിക്കാൻ കഴിയില്ല. ഹൃദയത്തിന് വന്ന, നമ്മളെ നശിപ്പിച്ചു കളയുന്ന, നമ്മളെ നരകത്തിലെത്തിക്കുന്ന അത്തരം ദുർഗുണങ്ങൾ, രോഗങ്ങൾ ഹൃദയത്തിൽ നിന്ന് മാറിക്കിട്ടണമെങ്കിൽ വിശുദ്ധ ഖുർആനിലൂടെ അത് സാധ്യമാകുമെന്ന് ഖുർആൻ തന്നെ ഖുർആനിനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഹൃദയത്തിന് അതൊരു രോഗശമനമാണ് എന്ന് അല്ലാഹു തആല പറയുകയാണ്. മാത്രമല്ല വിശ്വാസികൾക്ക് സന്മാർഗവും കാരുണ്യവുമാണ്. വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ഖുർആൻ ഹുദയാണ്, നേർമാർഗം കാണിക്കുന്നതാണ്, സന്മാർഗമാണ്. വറഹ്മത്തുൻ, അത് കാരുണ്യമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ ഖുർആനിനെ കുറിച്ച് പറയുകയാണ്. പിന്നെ ഈ ഖുർആൻ ഇറക്കിയ രാവിനെ കുറിച്ച് 2 തവണ അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്: ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, നിശ്ചയമായും ഖുർആനെ നാം ഇറക്കിയത് അനുഗ്രഹീതമായ ഒരു രാത്രിയിലാകുന്നു. അനുഗ്രഹീതമായ ഒരു രാത്രിയിലാകുന്നു ഈ ഖുർആനെ നാം ഇറക്കിയതെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്ത് ദുഹാനിൻ്റെ 3-ാമത്തെ ആയത്താണ്. സൂറത്തുൽ ഖദർ, ഒരു സൂറത്ത് തന്നെ ഖുർആന്റെ അവതീർണം
എങ്ങനെയാണ് എന്ന് വിവരിക്കാൻ വേണ്ടി ഒരു അധ്യായം തന്നെ അള്ളാഹു ഇറക്കുകയാണ്, സൂറത്ത് ഖദർ. അതിൽ പറയുന്നു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, നിശ്ചയമായും നാം ഈ ഖുർആനിനെ നിർണയത്തിന്റെ രാത്രിയിലാണ് ഇറക്കിയത്. ഈ രണ്ടായത്തുകൾ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ കൊണ്ടുവന്നത് തന്നെ ഖുർആനിന്റെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്നുവെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, വിശുദ്ധമായ ഈ റമദാൻ മാസത്തിൽ ഈ ഖുർആനാണ് ഒട്ടേറെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള, സന്മാർഗം ലഭിക്കുന്ന, അള്ളാഹുവിൻ്റെ കാരുണ്യം ഇറങ്ങുന്ന ഒരുപാട് പുണ്യങ്ങൾ റബ്ബ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധ ഖുർആൻ. അത് പാരായണം ചെയ്യാനും മറ്റുമായി നമ്മുടെ വീടുകളിൽ, പള്ളികളിലൊക്കെ അതിങ്ങനെ ഷെൽഫുകളിലുണ്ട്. ആ വിശുദ്ധ ഖുർആൻ എടുത്ത് ധാരാളമായി ഇനിയുള്ള റമദാൻ മാസത്തിൻ്റെ ദിനരാത്രങ്ങളിൽ പാരായണം ചെയ്തുകൊണ്ട് ഖുർആനുമായി നല്ല ഒരു ബന്ധം സ്ഥാപിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഉണർത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ മാസം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആനുമായി നല്ല ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു മാസമാണ്. ആ ഖുർആനിൻ്റെ പ്രത്യേകത ഖുർആൻ തന്നെ വിവരിച്ചതാണ് നമ്മൾ ഒന്നാമത്തെ ഖുതുബയിലൂടെ മനസ്സിലാക്കിയത്. ഇനി നമ്മൾ അല്പകാര്യം മനസ്സിലാക്കുന്നത് ഖുർആനോടുള്ള ഒരു വിശ്വാസിയുടെ ബാധ്യതകൾ എന്താണ് എന്നത് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഖുർആനോട് നമുക്ക് ചില ബാധ്യതകളുണ്ട്. അതിൽ ചില ബാധ്യതകളാണ്, ഒന്ന് അത് പാരായണം ചെയ്യുക എന്നുള്ളതാണ്. ഖുർആനോടുള്ള ഏറ്റവും വലിയ ബാധ്യതയും അത് തന്നെയാണ്, അത് പാരായണം ചെയ്യുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു ദിവസം ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. എല്ലാ ദിവസവും ഖുർആൻ പാരായണം ചെയ്യണം. ഒരു പേജ് പാരായണം ചെയ്യാൻ എത്ര സമയമെടുക്കുമെന്ന് നിരവധി പേജുകൾ പാരായണം ചെയ്തിട്ടുള്ള നമുക്ക് ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ധാരാളമായി നമ്മൾ പാരായണം ചെയ്യണം. ഇമാം ഷാഫി റഹ്മഹുല്ലാ റമദാൻ മാസത്തിൽ 60 തവണ ഖുർആൻ പാരായണം ചെയ്ത് തീർക്കാറുണ്ടായിരുന്നു. 60 തവണ, ഒരു ദിവസം 2 പ്രാവശ്യം. ഇമാം ഷാഫി റഹ്മഹുല്ലാ നമ്മുടെ മുൻഗാമിയാണ്. നമുക്ക് വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ പകർന്നു തന്ന മഹാനായ പണ്ഡിതനാണ് ഇമാം ഷാഫി. ധാരാളം കനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഇസ്ലാമിക സമൂഹത്തിന് സംഭാവന ചെയ്ത, ദീനീപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പോലും ഒട്ടേറെ തിരക്കുകൾ ഉണ്ടായിരുന്ന ആ മഹാപണ്ഡിതൻ റമദാൻ മാസമാകുമ്പോൾ മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഖുർആൻ പാരായണത്തിൽ മുഴുകുമായിരുന്നു. ഇമാം മാലിക് റഹ്മഹുല്ലാ തൻ്റെ ഹദീസ് പഠനമടക്കം മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഖുർആൻ പാരായണത്തിന് പ്രത്യേകമായി ഒഴിഞ്ഞിരിക്കുമായിരുന്നു എന്ന് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ മുൻഗാമികളെ മാതൃകയാക്കി നമുക്കും ധാരാളമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയണം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് നഷ്ടമില്ലാത്തൊരു കച്ചവടമെന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാഹ വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയതൻ യർജൂന തിജാറതൻ ലൻ തബൂർ. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, തീർച്ചയായും ഒരു കൂട്ടർ, അവരാരാണ്? അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നവർ. വ അഖാമുസ്സലാഹ്, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവർ. വ അൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് രഹസ്യമായി കൊണ്ടും പരസ്യമായി കൊണ്ടും ചെലവഴിക്കുന്നവർ.
യർജൂന തിജാറതൻ ലൻ തബൂർ. ഈ 3 പ്രവർത്തികളിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് നഷ്ടമില്ലാത്ത കച്ചവടമാകുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല സൂറ ഫാത്തിറിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പം 3 വിഭാഗം ആളുകളാണ്: അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്നവർ, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവർ. റമദാൻ മാസത്തിൽ മാത്രമല്ല 5 നേരം നമസ്കാരം ഉള്ളത്. റമദാൻ മാസത്തിലെ നമ്മൾ ശീലിച്ചെടുത്ത 5 നേരത്തെ ജമാഅത്ത് നമസ്കാരം റമദാൻ കഴിയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് 2ാമത്തെ വിഭാഗം. 3ാമത്തെ വിഭാഗം, നാം അവർക്ക് നൽകിയതിൽ നിന്ന്, അവരുടെ സമ്പത്തിൽ നിന്നല്ല പറഞ്ഞത്, നാം അവർക്ക് നൽകിയതിൽ നിന്ന്. അപ്പൊ സമ്പത്തിന്റെ ഉടമ അള്ളാഹുവാണ്. നമ്മുടെ സമ്പത്തിന്റെ ഉടമ അള്ളാഹുവാണ്. നമ്മൾ ആ സമ്പത്തിന്റെ സൂക്ഷിപ്പുകാരും. എന്നെ ഏൽപ്പിച്ച സമ്പത്ത് എൻ്റെ അക്കൗണ്ടിലും എൻ്റെ വീട്ടിലും മറ്റു രൂപത്തിലും ഞാൻ സൂക്ഷിക്കുന്നു. പക്ഷെ അതിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അതാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞത്, മിമ്മാ റസഖ്നാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്ന്, സിർറൻ വ അലാനിയ, രഹസ്യമായി കൊണ്ടും പരസ്യമായി കൊണ്ടും. ഈ 2 രൂപത്തിലും ചെലവഴിക്കേണ്ടി വരും. രഹസ്യമായി ചെലവഴിക്കുക, അതിനെ നമ്മൾ മുൻഗണന കൊടുക്കുക. ചില സന്ദർഭങ്ങളിലോ മറ്റുള്ളവർക്ക് പ്രോത്സാഹനമാകുക എന്ന നിലയിൽ പരസ്യമായും ചെലവഴിക്കേണ്ടി വരും. ആ രൂപത്തിൽ ചെലവഴിക്കുന്നവർ, ഈ 3 വിഭാഗം ആളുകൾ, അവർ അതിലൂടെ പ്രതീക്ഷിക്കുന്നത് നഷ്ടമില്ലാത്ത കച്ചവടമാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഹദീസിൽ കാണാം, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി, നാളെ പരലോകത്ത് ആരും നിങ്ങളുടെ സഹായത്തിനില്ലാത്ത, ഭാര്യ കൂട്ടിനില്ലാത്ത, മക്കള് കൂട്ടിനില്ലാത്ത, സുഹൃത്തുക്കൾ സഹായത്തിനില്ലാത്ത, ബന്ധുമിത്രാദികളൊന്നും ചെയ്യാത്ത ഒരു ദിവസം പരലോകത്ത് വരാനുണ്ട്. ആ ദിവസത്തിൽ നിങ്ങൾക്ക് ശുപാർശ പറയും ഖുർആൻ അതിൻ്റെ ആളുകൾക്ക്. ഖുർആനുമായി ബന്ധം സ്ഥാപിച്ച സ്വാഹിബുൽ ഖുർആൻ, ഖുർആനിൻ്റെ ആളിന് ഖുർആൻ നാളെ ശുപാർശ പറയും, റബ്ബേ നീ അവരെ ശിക്ഷിക്കല്ലേ റബ്ബേ, കത്തിയാളുന്ന നരകത്തിയിലിട്ട് നീ അവരെ വെന്തിരിക്കരുത് റബ്ബേ. ഈ വ്യക്തി, നിന്റെ ഈ അടിമ എന്നെ പാരായണം ചെയ്യുന്ന വിഷയത്തിൽ അതീവ ജാഗ്രത ഉണ്ടായിരുന്നവനായിരുന്നു എന്ന് നാളെ ശുപാർശ പറയും. മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാം, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാ, അല്ലാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് ആരെങ്കിലും ഒരു ഹർഫ് പാരായണം ചെയ്താൽ ഫലഹു ബിഹി ഹസന, അവനൊരു നന്മയുണ്ട്. ഇപ്പൊ ഖുർആനിൽ നിന്ന് ഒരു ഹർഫ്, ഒരു അക്ഷരം പാരായണം ചെയ്താൽ ഒരു നന്മയുണ്ട്. വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ, ഒരു നന്മയ്ക്ക് 10 ഇരട്ടി പ്രതിഫലമാണ്. ഒരു നന്മയ്ക്ക് 10 പ്രതിഫലം, 10 ഇരട്ടി പ്രതിഫലം ലഭിക്കുകയാണ്. അപ്പോൾ ഒരു ഹർഫ് പാരായണം ചെയ്യുമ്പോൾ 10 നന്മ ലഭിക്കുന്നു. ലാ അഖൂലു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്വഹാബത്തെ ഞാൻ ഒരിക്കലും പറയുകയില്ല, അലിഫ് ലാം മീം ഹർഫുൻ, അലിഫ് ലാം മീം എന്ന് സൂറത്തുൽ ബഖറയുടെ ആദ്യത്തെ ആയത്ത് ഒരാൾ പാരായണം ചെയ്യുമ്പോൾ അതൊരു ഹർഫായിട്ട് ഞാൻ ഒരിക്കലും പറയില്ല. വലാകിൻ, എന്നാലോ മറിച്ച്, അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ, അലിഫ് ഒരു ഹർഫായിട്ടും ലാം ഒരു ഹർഫായിട്ടും മീം ഒരു ഹർഫായിട്ടുമാണ് പരിഗണിക്കുന്നത്. അപ്പം 3 നന്മ 30 ഇരട്ടി പ്രതിഫലം അലിഫ് ലാം മീം എന്ന് പാരായണം ചെയ്യുമ്പോൾ. എത്രയെത്ര പ്രതിഫലങ്ങളാണ് പ്രിയമുള്ള സഹോദരന്മാരെ നമ്മൾ കളഞ്ഞത്, എത്രയെത്ര പ്രതിഫലങ്ങളാണ് നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. പരിശുദ്ധ റമദാൻ മാസത്തിലാകുമ്പോൾ ഇരട്ടി പ്രതിഫലം വീണ്ടും വീണ്ടും വാരിക്കോരി അള്ളാഹു നൽകുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിൽ ഇനിയുള്ള ജീവിതത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 2ാമതായി പണ്ഡിതന്മാർ പറയുന്നു, ഖുർആനിനോടുള്ള നമ്മുടെ ബാധ്യത അത് മനഃപ്പാഠമാക്കുക, ഹിഫ്ളാക്കുക എന്നുള്ളതാണ്. അത് ഏതെങ്കിലും ചെറിയ കുട്ടികൾ നിർവഹിക്കാനുള്ളതല്ല, ഹിഫ്ള് പഠിക്കുന്ന കുട്ടികൾ നിർവഹിക്കാനുള്ള, നമസ്കാരത്തിൽ ഓതാനുള്ള അത്യാവശ്യം ചെറിയ സൂറത്തുകളൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ ഒരിക്കലും പാടില്ല. അതിന് പ്രായം നോക്കാൻ പാടില്ല. ജീവിതാന്ത്യം വരെയും വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കണം, അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കണം. നോക്കൂ, യുഖാലു ലി സ്വാഹിബിൽ ഖുർആൻ, നാളെ പരലോകത്ത് വെച്ച് ഖുർആനിൻ്റെ ആളിനോട് പറയപ്പെടും, ഇഖ്റ,
നീ പാരായണം ചെയ്യുക. വർത്തഖി, എന്നിട്ട് നീ ഇങ്ങനെ കയറി പോവുക. വറത്തിൽ കമാ കുൻത തുറത്തിൽ ഫിദ്ദുനിയ, ദുനിയാവിൽ വെച്ച് നീ എപ്രകാരമാണോ പാരായണം ചെയ്തിരുന്നത് അതുപോലെ നീ പാരായണം ചെയ്ത് നിന്റെ പദവികൾ ഉയർന്നുയർന്ന് നീ പൊക്കൊള്ളുക. ഫഇന്ന മൻസിലക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹാ, ഇനിയോ നിന്റെ സ്ഥാനം, സ്വർഗത്തിൽ നിന്റെ സ്ഥാനം നീ അവസാനമായി പാരായണം ചെയ്ത ആ ആയത്തിന്റെ സ്ഥാനമായിരിക്കും നിനക്കുണ്ടാവുകയെന്ന് സ്വഹീഹായ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ ധാരാളമായി വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന സമയത്ത് നമ്മൾ പാരായണം ചെയ്യേണ്ടി വരും. അപ്പൊ എത്രത്തോളം വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നുവോ അത്രത്തോളം പദവികൾ നാളെ പരലോകത്ത് നമുക്ക് ഉയരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. മൂന്നാമതായി ഖുർആനോടുള്ള ബാധ്യത പാരായണവും ഹിഫ്ളും അപ്പുറത്ത് ഉറ്റാലോചിക്കാൻ കഴിയണം. ഖുർആനിന്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചിന്തിക്കാനും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താനും ഈ റമദാനിൽ നമുക്കാകണം. ഖുർആനെ കുറിച്ച് ഉറ്റാലോചിക്കാൻ അള്ളാഹു തന്നെ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. ഖുർആനെ കുറിച്ച് വെറുമൊരു പാരായണമല്ല, ഉറ്റാലോചിക്കണം. അള്ളാഹു ഖുർആനിലൂടെ പറയുന്നു, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിഹിം അഖ്ഫാലുഹാ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അതോ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? അപ്പൊ ഖുർആനിന്റെ അർത്ഥ ആശയ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഉറ്റാലോചിക്കാത്ത ആളുകൾ അവർ സ്വയമേ അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടിട്ട് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഖുർആനെ കുറിച്ച് ഉറ്റാലോചിക്കണം. നമ്മുടെ മുൻഗാമികൾ ഈ വിഷയത്തിൽ അവരുടെ ശ്രദ്ധ വല്ലാത്തൊരു ശ്രദ്ധയായിരുന്നു. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമസ്കരിക്കുമ്പോൾ ഖുർആനിലെ വചനങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പാരായണം മുറിഞ്ഞു പൂർത്തിയാക്കാൻ കഴിയാത്ത രൂപത്തിൽ ആയി പോകുന്ന വ്യക്തിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു പോകുമ്പോൾ അത് മുറിഞ്ഞ് അത് പൂർത്തിയാക്കാൻ കഴിയാതെ വരും. ആ രൂപത്തിലായിരുന്നു. കാരണം എന്താ? ഖുർആനെ കുറിച്ച് അവർ തദബ്ബുർ ചെയ്യുന്നത് അങ്ങനെയായിരുന്നു, ഉറ്റാലോചിക്കുമായിരുന്നു. ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് രാത്രി പുറത്തിറങ്ങി നടക്കുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് സൂറത്ത് തൂറിന്റെ ആയത്ത് കേൾക്കുകയാണ്. ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് അദ്ദേഹം പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കും. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് സൂറത്ത് തൂറിന്റെ ഒരു ആയത്ത് കേൾക്കുകയാണ്. എന്താ ആയത്ത്? ഇന്ന അദാബ റബ്ബിക ലവാഖിഉ, ഇന്ന അദാബ റബ്ബിക ലവാഖിഉ, നിശ്ചയമായും നിന്റെ റബ്ബിന്റെ ശിക്ഷ അത് സംഭവിക്കുന്നത് തന്നെയാണ്. ഈ ആയത്ത് കേൾക്കുകയാണ്. മാലഹു മിൻ ദാഫിഅ, അതിന് യാതൊരു തടവുമില്ല, ആ ശിക്ഷയ്ക്ക് യാതൊരുവിധ തടസ്സവുമില്ല. തീർച്ചയായും നിന്റെ റബ്ബിന്റെ ശിക്ഷ സംഭവിക്കുക തന്നെ ചെയ്യുന്നതാണ്. ഈ ആയത്ത് കേട്ട് വീട്ടിലേക്ക് ഓടിച്ചെന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, ധൈര്യശാലിയായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ജാഹിലിയത്തിന്റെ കാലഘട്ടത്തിൽ ആളുകൾ ഭയപ്പെട്ടിരുന്ന ചരിത്രം നമുക്കറിയാം. ആ ഉമർ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഭയന്നുകൊണ്ട് വീട്ടിലേക്ക് ഓടി തന്റെ കഥ കടച്ചു. 1 മാസം പുറത്ത് ഇറങ്ങാതിരുന്ന അദ്ദേഹത്തെ സന്ദർശിച്ച ആർക്കും എന്താണ് അസുഖമെന്ന് മനസ്സിലായില്ല. അള്ളാഹുവിന്റെ വചനം മനസ്സിൽ ചെലുത്തിയ സ്വാധീനത്താൽ ഹൃദയം നടുങ്ങിപ്പോയതായിരുന്നു. ഒറ്റ ആയത്ത് കേട്ടതേ ഉള്ളൂ, ഇന്ന അദാബ റബ്ബിക ലവാഖിഉ. എത്ര പ്രാവശ്യം ഈ ആയത്തിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ട്. കാര്യങ്ങൾ എത്ര മനോഹരമായി ഈ ആയത്ത് ഓതുന്നത് നമ്മുടെ കർണപടങ്ങളിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് മറ്റായത്തുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നരകത്തിന്റെ ശിക്ഷയെക്കുറിച്ച് വിശദീകരിക്കുന്ന ആയത്തുകൾ. എന്തെങ്കിലും സ്വാധീനം നമ്മുടെ മനസ്സിലുണ്ടായിട്ടുണ്ടോ? 1 മാസക്കാലം കഥ കടിച്ചിരിക്കുന്നതിന് പകരം 1 മിനിറ്റ് സമയം മാറിയിരുന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ഖുർആനെ കുറിച്ച് ഉറ്റാലോചിക്കുക എന്നുള്ളത് നല്ല ഒരു രീതിയാണ്. അത് ഖുർആനുള്ള ബാധ്യതയാണ്. 4മതായി ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഖുർആൻ പഠിക്കുകയും ചെയ്യണം, അത് പഠിപ്പിക്കുകയും ചെയ്യണം. എപ്പോഴും ഖുർആൻ പഠിക്കുന്നവരായി തീരണം, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവർ. ഹദീസിൽ കാണാം, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമരായിട്ടുള്ളവർ, ഹൈറായിട്ടുള്ളവർ അത് പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകൾ ഖുർആൻ പഠിക്കുന്നവരാണ്. അവർക്ക് പ്രത്യേകമായ ദർജയാണ്.
ഖുർആൻ പഠിപ്പിക്കുന്നവർ അവർക്കും പ്രത്യേകമായ സ്ഥാനമാണ്. ഒരുപാട് അവസരങ്ങൾ ഇന്ന് ഖുർആൻ പഠിക്കാനുണ്ട്, ഒരുപാട് അവസരമുണ്ട്. പീസ് റേഡിയോയിൽ ഖുർആനിന് മാത്രമായ ഒരു പ്രത്യേകമായ ഒരു സ്റ്റേഷനുണ്ട്. ആ സ്റ്റേഷനിൽ ഒരു പ്രാവശ്യം പോലും കയറി അത് കേൾക്കാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. എന്നിട്ടോ നമ്മൾ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നടക്കുകയും ചെയ്യും. ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ അന്നൂർ ഖുർആൻ പഠന പദ്ധതി, ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ ഓരോ ശാഖകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രദേശങ്ങളിലെല്ലാം അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് സജീവമാണ്. മറ്റനേകം ക്ലാസുകൾ, ഖുർആൻ വിജ്ഞാന പരീക്ഷ വരാനിരിക്കുകയാണ്. 27-28 അധ്യായങ്ങളാണ് ഈ വർഷമുള്ളത്. അതുടനെ അതിൻ്റെ പരീക്ഷ വരുന്നു. അതൊന്ന് രജിസ്റ്റർ ചെയ്ത് 27-28 അധ്യായങ്ങൾ അമാനുമവിയുടെ തഫ്സീർ ഒന്ന് വായിച്ച് അതൊന്ന് എഴുതണം. പരീക്ഷ എഴുതി റാങ്ക് വാങ്ങുക എന്നുള്ളതിനപ്പുറത്ത് ഒരു 2 അധ്യായം പഠിക്കാനുള്ളൊരു അവസരമായി ഈ പരീക്ഷയും ഈ റമദാൻ മാസത്തെയും നമ്മൾ കാണണം. അപ്പോൾ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ഖുർആനോടുള്ള ബാധ്യതയാണ്. അഞ്ചാമത്തത് ഖുർആൻ കേൾക്കുക എന്നുള്ളതാണ്. ധാരാളമായി ഖുർആൻ നമ്മൾ കേൾക്കണം പാരായണത്തോടൊപ്പം. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നു, വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഊ ലഹു വഅൻസിതൂ ലഅല്ലകും തുർഹമൂൻ. വഇദാ ഖുരിഅൽ ഖുർആൻ, ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, ഖുർആൻ കേൾക്കാൻ ഇടയായാൽ ഫസ്തമിഊ ലഹു, അത് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. വിശുദ്ധ ഖുർആന്റെ പാരായണം ഒരു വ്യക്തി ഓതുന്നതോ അല്ലെങ്കിൽ ഒരു ഓഡിയോ സംവിധാനത്തിലൂടെ കേട്ടാൽ നിങ്ങളത് ശ്രദ്ധിക്കണം. അതാണ് ബാധ്യതയാണ്, നിങ്ങളുടെ മേലുള്ള ബാധ്യതയാണ് ഖുർആനുമായി ബന്ധപ്പെട്ട്. വഅൻസിതൂ ലഅല്ലകും തുർഹമൂൻ, മിണ്ടാതിരുന്ന് ശ്രദ്ധിച്ചത് കേൾക്കണം, എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ലഭിച്ചേക്കാം എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുകയാണ്. അപ്പോൾ ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുകയും മിണ്ടാതിരുന്ന് കേൾക്കുകയും ചെയ്യുക, അത് ഖുർആനോടുള്ള 5ാമത്തെ ബാധ്യത. 6ാമത്തെയും അവസാനത്തെയുമായ ബാധ്യത ആ ഖുർആൻ പ്രബോധനം ചെയ്യുക എന്നുള്ളതാണ്. ഖുർആനോട് ഓരോ മുസ്ലിമിനും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ബാധ്യതയാണ്. ആ ഖുർആനിലുള്ള ആശയങ്ങൾ, വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഓരോന്നായി സാന്ദർഭികമായി ഓതി കേൾപ്പിച്ചുകൊണ്ട് പ്രബോധനം നടത്തണം. ഏറ്റവും വലിയ ജിഹാദായി അള്ളാഹു പരിചയപ്പെടുത്തിയത് അതാണ്. വജാഹിദ്ഹും ബിഹി ജിഹാദൻ കബീറ. ഒരു മനുഷ്യൻ നടത്തുന്ന ജിഹാദുകളിൽ വെച്ച്, ധർമ്മസമരങ്ങളിൽ വെച്ച്, ധർമ്മ പോരാട്ടങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പോരാട്ടം ജിഹാദ് വിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള ജിഹാദാണ് എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പറയുകയാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വിശുദ്ധ ഖുർആന്റെ സന്ദേശങ്ങൾ എത്തിക്കാനുള്ള ദഅവാ പ്രവർത്തനങ്ങൾ ഏത് രൂപത്തിലാണോ നമ്മളെ കൊണ്ട് കഴിയുന്നത്, ആ രൂപത്തിൽ നമ്മൾ സജീവമായി ഒരുമിച്ച് നിന്നുകൊണ്ട് ഇടപെടലുകൾ നടത്തുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അങ്ങനെ വിശുദ്ധ ഖുർആനുമായിട്ടുള്ള എല്ലാ ബാധ്യതകളും നിറവേറ്റിക്കൊണ്ട് അത് പാരായണം ചെയ്യുന്നവരും, അതിൻ്റെ ആശയം പഠിക്കുന്നവരും, അത് മനഃപ്പാഠമാക്കുന്നവരും, അത് തദബ്ബുർ ചെയ്യുന്നവരും, അത് ശ്രദ്ധിച്ച് കേൾക്കുന്നവരും, അത് പ്രബോധനം ചെയ്യുകയും ചെയ്യുന്നവരായി നമ്മൾ മാറണം. ധാരാളമായി ഒരിക്കൽ കൂടി വീണ്ടും ഉണർത്തുകയാണ്, ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഒരുപാട് ഖുർആൻ പാരായണം ചെയ്യുകയും മനഃപ്പാഠമാക്കുകയും അതിൻ്റെ ആശയങ്ങൾ, അർത്ഥങ്ങൾ പഠിച്ചു മനസ്സിലാക്കുകയും ചെയ്യുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. നമ്മുടെ ഹൃദയങ്ങൾക്ക് ഒരു വസന്തമാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ മാറ്റുമാറാകട്ടെ. നമ്മുടെ ഹൃദയങ്ങൾക്കുള്ള രോഗത്തിനുള്ള ശമനമാക്കി വിശുദ്ധ ഖുർആൻ അള്ളാഹു മാറ്റുമാറാകട്ടെ. ഖുർആനിൻ്റെ സ്വാഹിബായി ജീവിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. നാളെ പരലോകത്ത് നോമ്പും ഖുർആനും അതിൻ്റെ ആൾക്കാർക്ക് വേണ്ടി ശുപാർശ പറയുമ്പോൾ ആ ലിസ്റ്റിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഓരോരുത്തരുടെയും പേര് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞും അറിയാതെയുമായി നാം ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങൾക്ക് അല്ലാഹുവേ നീ ശിഫ നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുൻ ഖരീബുൻ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انصر المسلمين المظلومين في فلسطين وفي سائر البلاد. اللهم ارحم شهداءهم واشف مصابيهم. اللهم اهلك اعداءك اعداء الدين
റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.